എത്രയും ആദരണീയരായ അസറ്റ് ഹോംസിൻ്റെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ, ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ, ശ്രീമതി ആശാ ശരത്, ബഹുമാനപ്പെട്ട ശ്രീ മോഹനൻ ചേട്ടൻ, അസറ്റ് ഹോംസിൻ്റെ പ്രിയപ്പെട്ട ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്നേഴ്സ്, മറ്റ് അഭ്യുദയകാംക്ഷികളെ, ഏവർക്കും ഈ ശുഭകരമായ സായാഹ്നത്തിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് വളരെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഒരുപാട് നേട്ടങ്ങളുടെ തുടക്കമെന്നോ അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുടെ തുടർച്ചയെന്നോ എന്ന മട്ടിൽ ശ്രീ പൃഥ്വിരാജ് കരസ്ഥമാക്കിയ ഏറ്റവും പുതിയ അംഗീകാരമാണ്. ഏറ്റവും മികച്ച മലയാളത്തിലെ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബാംഗം ശ്രീ രാജുവിന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കാരണം അസറ്റ് ഹോംസിൻ്റെ തൃശ്ശൂരിലെ 2 പ്രോജക്റ്റുകൾ ഇന്ന് നിർമ്മാണം ഔദ്യോഗികമായിട്ട് പൂർത്തീകരിച്ചായിട്ട് പ്രഖ്യാപിച്ച് താക്കോൽ കൈമാറ്റം ചെയ്യുന്ന ചടങ്ങ് നടക്കുകയാണ്. 77ാമത്തെയും 78ാമത്തെയും പ്രോജക്റ്റുകളാണ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഇത്തരം പ്രോജക്റ്റുകളുടെ ഹാൻഡിങ് ഓവർ പരിപാടികൾ നമ്മൾ സൈറ്റിൽ വെച്ചാണ് നടത്താറുള്ളത്. പക്ഷേ ഇത്തവണ നമ്മുടെ പ്രകൃതി ഒട്ടും തന്നെ നമുക്ക് അനുകൂലമായി നിൽക്കാത്തൊരു സാഹചര്യത്തിന് കഴിഞ്ഞ ഏകദേശം 1 മാസമായിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭം കൊണ്ടും പലവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുമെല്ലാം തന്നെ നമ്മളുടെ പ്രോജക്റ്റുകളിലെ സൈറ്റുകളിൽ വെച്ച് ഇത്തരം പ്രോഗ്രാം നടത്തുക ഒരു റിസ്ക്കുള്ള കാര്യമാകുമെന്നുള്ളതുകൊണ്ടാണ് ഇത്തവണ ഈ പ്രോഗ്രാം ഇത്തരമൊരു ഹോളിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നു ഏകദേശം 120ഓളം പുതിയ കുടുംബങ്ങളാണ് തൃശ്ശൂരിലേക്ക് താമസിക്കുവാനായിട്ട് അവരുടെ താക്കോലുകൾ ഇന്ന് കരസ്ഥമാക്കാനായിട്ട് പോകുന്നത്. 2 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നത്. ഇത്തരം പുതിയ കുടുംബങ്ങളിലേക്ക് താമസം മാറി വരുന്ന പുതിയ എല്ലാ ഉപഭോക്താക്കൾക്കും വളരെ ഐശ്വര്യ സമ്പൽ സമൃദ്ധി സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഭാവികാല ജീവിതം അവിടെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ പ്രോജക്റ്റ് നിർമ്മാണം പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അവസരത്തിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ആ പ്രോജക്റ്റിൻ്റെ ചുറ്റുവട്ടത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ അയൽപക്കക്കാരാണ്. കാരണം അവരാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് അല്ലെങ്കിൽ 2.5 വർഷമായിട്ട് അസറ്റ് ഹോംസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചത്. അവരെ ഞങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള അവിടുത്തെ വാർഡ് കൗൺസിലർമാരുണ്ട്, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരോടെല്ലാമാണ് ആദ്യമായിട്ട് നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും നന്ദിയും അവരുടെ എല്ലാവരുടെയും സഹകരണവും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം പ്രൊജക്റ്റുകൾ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഈ പ്രോജക്റ്റിൽ പങ്കെടുത്തിരുന്ന ആ പ്രോജക്റ്റിൻ്റെ ഭാഗഭാക്കായിരുന്ന മുഴുവൻ അസറ്റ് ഹോംസ് കുടുംബാംഗങ്ങളെയും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചില പേരുകൾ ഈ അവസരത്തിൽ പറയുക എന്നുള്ളത് എൻ്റെ കർത്തവ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടും അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടും അത്തരം പേരുകൾ കൂടി പറയാൻ ഞാൻ നിർബന്ധനാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 പ്രോജക്റ്റുകളുടെയും AGM പ്രോജക്ട്സ് ഇൻചാർജ് എന്ന ശ്രീ ബാലശ്രീരാമാണ്. ശ്രീ റജി വർഗീസ്, വിമൽ വർഗീസ്, മിഥുൻ, വിപിൻ, എൽദോസ് പോൾ, ശ്രീലക്ഷ്മി, സ്വാതി, അനന്തകൃഷ്ണൻ, അക്ഷയ്, വിഷ്ണു ആനന്ദ്, അക്ഷയ്, അനസ്, ജീവ ജെയിംസ്, അലക്സ്, വിനോദ് കുമാർ, ഡോൾവിൻ സാൻഡി, അഖിൽ കുമാർ, പ്രിയമോൾ ജോസ്, വിഷ്ണുശ്രീ, രേഷ്മ, ഷമീന, സന്ദീപ് ചന്ദ്രൻ, നിഷ ജേക്കബ്, പ്രിറ്റി പോൾ ആൻഡ് സന്തോഷ് എന്നിവരടങ്ങുന്ന ഒരു വലിയ ടീമാണ് ഈ പ്രോജക്റ്റ് നിർമ്മാണ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അസറ്റ് ഹോംസിന് വേണ്ടി പ്രവർത്തിച്ചത്. എല്ലാവരെയും അസറ്റ് ഹോംസിൻ്റെ പേരിൽ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ 2 പ്രോജക്റ്റുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫോർച്യൂണ എന്ന പ്രോജക്റ്റ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഏകദേശം 2 മാസത്തോളമായി
അവിടെ ആൾക്കാർ താമസം ആരംഭിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ നിന്നുപരിയായിട്ട് അസറ്റ് ഹോംസ് പ്രോമിസ് ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ പ്രോമിസ് ചെയ്യാത്ത 2 കാര്യങ്ങൾ കൂടി അവിടെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഫോർച്യൂണയിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിയാവാക്കി ഫോറസ്റ്റാണ്. വളരെ ചെറിയൊരു ഏരിയയിൽ ഒരു ചെറിയ ഫോറസ്റ്റ്, അത് ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ് മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് ഫോർച്യൂണർ പ്രോജക്റ്റിൽ സാധിച്ചിട്ടുണ്ട്. 3 കൊല്ലം മുമ്പ് 4 കൊല്ലം മുമ്പ് ഈ പ്രോജക്റ്റ് എൻവിസേജ് ചെയ്യുന്ന സമയത്ത് ഇല്ലാതിരുന്ന ചില സൗകര്യങ്ങളാണ് എല്ലാ കോമൺ ഏരിയയിലേക്കുള്ള ആക്സസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഫോർച്യൂണയിൽ ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും ഉപരിയായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്ലാറ്റിന പ്രോജക്റ്റിൽ നേരത്തെ പ്രോമിസ് ചെയ്തിരുന്ന കാര്യങ്ങൾക്കപ്പുറത്തായിട്ട് ഒരു സ്റ്റീം ആൻഡ് സോന റൂം പ്രൊവൈഡ് ചെയ്യാനും ഒപ്പം തന്നെ കോമൺ ഏരിയാസിലേക്കുള്ള ആക്സസ് കൺട്രോൾ റൂം പ്രൊവൈഡ് ചെയ്യാനുമായിട്ട് അസറ്റ് ഹോംസിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അഭിമാനത്തോടു കൂടിയിട്ട്, ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ അസറ്റ് ഹോംസിൻ്റെയും മുഴുവൻ ഉപഭോക്താക്കളുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമിലായിരുന്നു ആശാശരത്ത്. എന്നിട്ട് പോലും ഈ ചടങ്ങിന് കൃത്യസമയത്തിന് ഇവിടെ എത്തിച്ചേർന്ന ആശാ മാഡത്തിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും അധികം സപ്പോർട്ട് ഒരു ബിൽഡർക്ക് ലഭിക്കേണ്ടത് അവിടുത്തെ ജനപ്രതിനിധികളിൽ നിന്നാണ്. ഞങ്ങളുടെ ഈ 2 പ്രോജക്റ്റുകളുടെയും ജനപ്രതിനിധികൾ ഈ ചടങ്ങിന് ചേർന്നിട്ടുണ്ട്. ശ്രീ ഗോപകുമാർ, കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ ഗോപകുമാർ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി നിജി മാഡത്തിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസറ്റ് ഹോംസിൻ്റെ ഫോർച്യൂണ പ്രൊജക്റ്റിലെ JV പാർട്ട്നേഴ്സായിട്ടുള്ള ശ്രീ രവീന്ദ്രൻ ആൻഡ് രാജശ്രീ, അവരുടെ കുടുംബാംഗങ്ങൾ, അസറ്റ് പ്ലാറ്റിനയുടെ JV പാർട്ട്നേഴ്സായിട്ടുള്ള ശ്രീ PM മാനുവൽ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ശ്രീ PN രാമൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എന്നിവരെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ 2 പ്രോജക്റ്റുകളുടെയും ആർക്കിടെക്റ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈശാഖാണ്. വൈശാഖ് ജോസഫിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് 2 വിശിഷ്ടാതിഥികൾ എന്ന് പറയുന്നത് അസറ്റ് ഹോംസ് തൃശ്ശൂർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റായിട്ടുള്ള അസറ്റ് പവിത്രം എന്ന പ്രൊജക്റ്റിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണറായിട്ടുള്ള ശ്രീ ശശികുമാർ നായരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പേര് ഞങ്ങളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് പാലക്കാട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഉത്തരം പാലക്കാടുള്ളവരോട് തൃശ്ശൂരും താമസിക്കാനാണ് അസറ്റ് ഹോംസ് ആവശ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് കസ്റ്റമേഴ്സ്, പാലക്കാട്ടുകാരായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് അസറ്റ് ഹോംസിനുണ്ട്. നിരന്തരമായിട്ടുള്ള അവരുടെ ആവശ്യം പാലക്കാട് ഒരു നല്ല പ്രൊജക്റ്റ് വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ നല്ലൊരു ലാൻഡും നല്ലൊരു ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണറേയും കിട്ടാത്തതുകൊണ്ട് കൂടിയാണ് പാലക്കാട് അസറ്റ് ഹോംസിൽ പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ആ തീരുമാനത്തിലൊരു മാറ്റം വരികയാണ്. പാലക്കാട് മണപ്പുള്ളിക്കാവ് അമ്പലത്തിനടുത്തായിട്ട് ഇസ്മായിൽ സാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു പ്രോജക്റ്റ് അസറ്റ് ഹോംസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് സൈൻ ചെയ്യുകയുണ്ടായി. അവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർ അസറ്റ് ഹോംസിൻ്റെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആ പ്രോഗ്രാം നടത്തേണ്ട ഉത്തരവാദിത്വവും അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരുന്നതും എങ്ങനെയെല്ലാം ആ പ്രോഗ്രാം നടത്തണമെന്നും ഏത് വെന്യൂ സെലക്ട് ചെയ്യണമെന്ന് പോലും എനിക്ക് ഉപദേശം തരികയും ഒരു സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് അസറ്റ് ഹോംസിനെ എപ്പോഴും ഉപദേശിക്കുകയും ചെയ്യുന്ന സ്വാമി ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ പാർട്ണർ കൂടി ആയതുകൊണ്ട് ഔദ്യോഗികമായിട്ട് സ്വാമിയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റാരെങ്കിലും ഞാൻ പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ ചടങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.